ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സ്കൂൾ ഇന്നോവേഷൻ മാരത്തോണിലെ നല്ലൊരു ഐഡിയയുമായാണ്. ഞങ്ങളുടെ ഐഡിയയുടെ പേര് എഡ്യൂക്കേഷൻ ടാബാണ്. ഈ ഐഡിയ നിങ്ങൾക്കും ഉപയോഗപ്രദമാകുന്നതാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ടാബിൽ ചില പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്നത് സ്കൂൾ ബാഗിൻ്റെ ഭാരം കുറയ്ക്കാനും നമ്മുടെ ഷോൾഡർ പെയിൻ കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ടെക്നോളജിയുമായി കൂടുതൽ അടുക്കാനായി സാധിക്കും. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇത് ഒരാപ്പിൽ എല്ലാ നോട്ട്സും അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെ കയ്യിലും ഈ ഒരു ടാബുണ്ട്. ടീച്ചേഴ്സിനും കുട്ടികൾക്കും ടാബാണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് ഈ ടാബ് ഉപകരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനം കുറിച്ച് എടുക്കാൻ ഒരു ക്ലാസ് ഗവേഷണം നടത്താനും ഇത് സാധിക്കും. ഇതിനു വേണ്ടി ഈ ടാബ്ലറ്റ് ഉപയോഗിക്കും. ഇതിൻ്റെ സ്ട്രെസ് കുറയാനും പഠനം എളുപ്പമാക്കാനും ഇത് നമ്മളെ സഹായിക്കും. ഈ ടാബിൽ പാഠപുസ്തകങ്ങൾ, ഓഡിയോ, വീഡിയോ അധിഷ്ഠിത പാഠങ്ങൾ, ക്വിസുകൾ, മറ്റ് മൾട്ടിമീഡിയകൾ ഇതിൽ ഉറവാകുന്നു എന്നിവ ഡിജിറ്റലായി ലഭ്യമാകും. ടാബിലെ കണക്കുകൾ, ആപ്പുകൾ, വീഡിയോകൾ, ഓഡിയോ കുറിപ്പുകൾ എന്നിവ ഇതിൽ ഉപയോഗിച്ച് പഠനം കൊടുക്കാൻ സാധിക്കും. രഹസ്യവും ആകർഷണവുമായ ഈ പഠന കൈവല്യങ്ങളുമുള്ള വിദ്യാർത്ഥികളൊക്കെയും സഹായമാകും. ഈ ടാബിൽ വഴി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇപ്പോൾ വേണമെങ്കിലും ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു. ഈ രക്ഷകർത്താവ് ആധിപത്യ ആശയങ്ങൾക്ക് വേണ്ടി മെച്ചപ്പെടുത്തുന്നു. പേജുകൾ, പടങ്ങൾ, അവരുടെ ഡിജിറ്റലായി കലാസൃഷ്ടികൾ വിദ്യാർത്ഥികൾക്കും ഈ ടാബിൽ സഹായിക്കുന്നു. സർഗാത്മകമായ പ്രോത്സാഹനങ്ങൾ, സ്വാഗതവിദ്യ, സാങ്കേതികവിദ്യ അടിസ്ഥാനമായി കഴിഞ്ഞു. ഒരു ലോകത്ത് ജീവിക്കാൻ എഡ്യൂക്കേഷൻ ടാബിൽ വിദ്യാർത്ഥികളായി സഹായിക്കുന്നു. അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ചെറിയ പോലെ തന്നെ നേരിടാൻ ഇത് അവസരം നൽകുന്നു. കുട്ടികൾ ഇത് എഴുതാൻ സാധിക്കത്തിലുള്ള ഡിജിറ്റൽ പെൻ പോലെയുള്ള ഒപ്ഷണൽ സൗകര്യങ്ങൾ ഇതിൽ ഉള്ളതിനാൽ വിദ്യാർത്ഥികൾക്ക് കൈകൊണ്ട് കുറിപ്പുകൾ എഴുതാനും ചിത്രങ്ങൾ വരയ്ക്കാനും എളുപ്പത്തിൽ സാധിക്കുന്നു. ഈ എഡ്യൂക്കേഷൻ ടാബ് കാരണം നമുക്ക് വികസനമായി ഇന്ത്യക്കായി വാർത്തെടുക്കുവാൻ സാധിക്കുന്നു. താങ്ക് യു.